ഞാനൊരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സാധാരണ മന്ത്രിമാരെയാണ് നമ്മൾ അതിഥിയായിട്ട് കൊണ്ടുവരാറുള്ളത്. ഇപ്പോൾ മന്ത്രിയുടെ ഹസ്ബൻഡ് നമുക്കിപ്പോൾ അതിഥിയായിട്ട് വരുന്നു. ആരായിരിക്കും എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. മന്ത്രി വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കുടുംബത്തിന് അതൃപ്തി എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നമ്മൾ ക്യാരി ചെയ്ത വാർത്തയല്ല, മറ്റു ചില മാധ്യമങ്ങളിലാണ് അത് ക്യാരി ചെയ്തിരുന്നത്. എന്താണ് ആ വാർത്തയിലെ വാസ്തവം എന്ന് നമ്മൾ നേരിട്ട് ചോദിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം തുറന്നു പറയാം എന്ന് പറഞ്ഞു. നമുക്കൊപ്പം വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജോർജ് ജോസഫ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. എനിക്കൊരു തെറ്റ് അങ്ങ് തിരുത്തട്ടെ. ഞാൻ ഇതുവരെയും ജോർജ് എന്ന് മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ടേ ജോർജി ജോസഫ് എന്നാണല്ലേ പേര്? അല്ല, ജോർജ് ജോസഫ് എന്നാണ് അടുപ്പമുള്ളവർ ജോർജി എന്ന് വിളിച്ച് അങ്ങനെയായി. ഓ, അത് ശരി. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഡെസ്കിൽ ഇതിപ്പോ എനിക്ക് ജോർജി എന്നാലേ എന്നൊരു സംശയം എന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. ആശങ്കകളൊക്കെ അകന്നോ? എങ്ങനെയുണ്ട് മിനിസ്റ്റർ? സുഹൃത്തുക്കൾ ജോർജി എന്ന് വിളിക്കുന്നു. ഓ, അത് ശരി. ഓക്കെ, ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. ഇങ്ങനെ ചില വാർത്തകളൊക്കെ കണ്ടു, ഞങ്ങൾക്കും ആ വാർത്ത കിട്ടി ഇന്നലെ. അപ്പോൾ അത് അങ്ങയോട് ചോദിച്ചിട്ട് കൊടുക്കാം എന്ന് കരുതിയത് കൊണ്ടാണ്, നേരിട്ട് അങ്ങ് ചോദിക്കാമെന്ന് കരുതിയപ്പോൾ അങ്ങ് ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതൊന്ന് ഹോൾഡ് ചെയ്യായിരുന്നു. യഥാർത്ഥത്തിൽ മന്ത്രി വീണ ജോർജ് ഇത്തവണ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാവുന്നതിനോട് താങ്കൾക്ക് താല്പര്യമില്ലേ? എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അത് അത്തരത്തിൽ വാർത്ത വരാനുള്ള കാരണം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടല്ലോ. ആ സമയത്ത് ഞാൻ എൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിൽ, എൻ്റെ 2 കുഞ്ഞുങ്ങൾ തിരുവനന്തപുരത്ത്, വൈകിട്ട് വന്ദേ ഭാരത് ട്രെയിനിൽ തിരുവനന്തപുരത്ത് ചെല്ലുമെന്ന് കരുതി കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഈ വാർത്ത, അവിടെ ഉണ്ടായ പ്രശ്നം അറിഞ്ഞ് ഞാൻ വീണയെ വിളിക്കുമ്പോൾ എനിക്ക് ആ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി വളരെ അപ്രതീക്ഷിതമായ എന്തോ നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരികയാണ്. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, സാധാരണ എന്നെ ഒരു കാരണത്താലും ബുദ്ധിമുട്ടിക്കാത്ത, ഒരു കാര്യത്തിലും എന്നെ ബുദ്ധിമുട്ടിക്കാത്ത വീണ, ഞാൻ അവിടെ വരെ ദീർഘദൂരം യാത്ര ചെയ്ത് ഉടൻ തന്നെ ചെല്ലാൻ പറയുന്നെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിവിടുന്ന് യാത്ര തിരിച്ചു. കാറിൽ അവിടെ ചെല്ലുമ്പോൾ വെളുപ്പിനെ 3 മണിയായപ്പോൾ അവിടെ ചെല്ലുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. ശരിക്കും നടക്കരുതാത്തതാണ് അവിടെ സംഭവിച്ചത്. വളരെ വേദനയോടെ അവിടെ കഴിയുന്ന രംഗമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ യാത്ര തുടങ്ങുമ്പോൾ അതിന് മുൻപ് തന്നെ കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത്. ഈ ദൃശ്യങ്ങൾ, അവിടെ നടന്ന ദൃശ്യങ്ങൾ ടി വിയിലൂടെ കണ്ട് കുഞ്ഞുങ്ങൾ ആകെ വിഷമിച്ച് കണ്ടിന്യൂസായി എന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരണമെന്നുണ്ട്, പക്ഷേ ഞാൻ അവരെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റുകയില്ല. അവർ തിരുവനന്തപുരത്താണ്. ഞാൻ അവിടെ ചെന്ന് വെളുപ്പിന് തന്നെ, രാവിലെ നേരം വെളുത്തപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് വീണയെ കൊണ്ട് സംസാരിപ്പിച്ചു. എന്നിട്ടും അവർക്ക് ആശങ്ക മാറുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അവിടെ കുഞ്ഞുങ്ങളുടെ പ്രയാസത്തിൽ എനിക്ക് വളരെ വേദനയുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10 മണിയായപ്പോൾ ടി വിയിൽ വാർത്ത കാണുന്നു, വീണ്ടും വീണ ജോർജ് തന്നെ ആറന്മുളയിൽ മത്സരിക്കുമെന്ന് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വന്നു. ജില്ലാ സെക്രട്ടറി. ഉടൻ തന്നെ ഞാൻ ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞു. കാരണം എൻ്റെ മനസ്സ് ആകെ വിഷമിച്ച് കുഞ്ഞുങ്ങൾ ഈ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടാണ് ഞാൻ ഉടൻ തന്നെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് ഇത്രയും ഒന്ന് പറഞ്ഞു, ഇത്തവണ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു, കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വലുതായിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ രേഖാമൂലം ഇത് കൊടുത്തു എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു സംഗതിയാണ്. ഇപ്പോഴാണ് പറഞ്ഞത്, പാർട്ടി ജില്ലാ സെക്രട്ടറി എടുത്ത് നേരിട്ട് അങ്ങ് ഫോണിൽ വിളിച്ചു പറയുകയായിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ബുദ്ധിമുട്ട് കണ്ട് കുഞ്ഞുങ്ങളുടെ പ്രയാസം കൂടി കണ്ടപ്പോൾ ഇക്കുറി മത്സരിക്കേണ്ടതില്ല, കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന നിലയിൽ കുറച്ചുകൂടി സമയം വീണ ജോർജിനെ ആവശ്യമുണ്ട് എന്ന് താങ്കൾ കരുതി പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, അങ്ങനെയാണ് പറഞ്ഞത്. ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുള്ള ഒരു പറച്ചിലാണത്, അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പല വാർത്താ മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് സാധാരണ ഇങ്ങനെയുള്ള നല്ല വാർത്തകളൊന്നും കൊടുക്കാറില്ല. ഇത് നെഗറ്റീവായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ലോകമെമ്പാടും പോകത്തക്കതുപോലെ എല്ലാ എഡിഷനിലും കൊടുക്കുകയും വളരെ പ്രാധാന്യം നൽകുകയും ചെയ്തു. അത് നമ്മളെ നന്നാക്കാനല്ലെന്ന്
കാണുന്നവർക്കറിയാം എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് താനും. ഓക്കെ, ശ്രീ ജോർജ്, എന്നാൽ ഇപ്പോൾ ഏതായാലും അതിൽ ജില്ലാ സെക്രട്ടറിയുടെ യാതൊരു തീരുമാനം വന്നിട്ടുണ്ട്. വാസ്തു അങ്ങ് പറഞ്ഞത് കേട്ടില്ല. വീണ്ടും ആറന്മുളയിൽ വീണ ജോർജിനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് അംഗീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ സോഴ്സിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആറന്മുളയിൽ ഇക്കുറിയും വീണ ജോർജ് മത്സരിക്കും. അതിലൊരു നിരാശയുണ്ടോ താങ്കൾക്ക്? എനിക്ക് നിരാശയില്ല. പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളത് പാർട്ടി അംഗത്തിൻ്റെ പ്രഥമ കടമയും ദൗത്യവും ഉത്തരവാദിത്വവുമാണ്. അതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. എൻ്റെ അഭിപ്രായം എൻ്റെ കുഞ്ഞുങ്ങളുടെ അപ്പോഴത്തെ ആ പ്രയാസം കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് ആർക്കും മനസ്സിലാകും. കാരണം അത്ര ഭീകരമായ കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് കരിങ്കൊടി പ്രയോഗം എന്നൊക്കെ പറഞ്ഞാലും കരിങ്കൊടി സമരം എന്നൊക്കെ പറഞ്ഞാലും ഒരാളിൻ്റെ കയ്യിലെ കരിങ്കൊടി ഉണ്ടായിരുന്നുള്ളൂ. ആളുകൾ എവിടെ നിന്നൊക്കെയോ പതിയിരുന്നിട്ട് എടുത്തു ചാടി ആക്രമിക്കാൻ വരുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്. അത് കണ്ടാൽ ആരും ഭയപ്പെടും. കുഞ്ഞുങ്ങൾ മാത്രമല്ല, പ്രായമുള്ളവരും ഭയപ്പെടുന്നതാണ്. ആ സന്ദർഭത്തിൽ എനിക്കതല്ലാതെ മറ്റൊരു ചിന്ത വരികയില്ല. കാരണം ഒരു പിതാവിൻ്റെ, ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ശ്രീ ജോർജ് ജോസഫ്. അത് കാര്യങ്ങൾ വ്യക്തമാക്കിയതിന്. കാരണം ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞത് പ്രേക്ഷകർ കേൾക്കുന്നുണ്ട്. പാർട്ടി സെക്രട്ടറിയോട് നേരിട്ട് അങ്ങ് കാര്യം പറഞ്ഞു. അത് ഏത് ഘട്ടത്തിലാണ് എന്നുള്ളതാണ് താങ്കൾ വിശദീകരിച്ചത്. താങ്ക് യു ശ്രീ ജോർജ് ജോസഫ്. ശ്രീ ജോർജ് ജോസഫ് ആണെങ്കിൽ ഇതാണ് ആ വാർത്തയിലെ വാസ്തവം.